ഇവിടെ പതി എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. എന്നാ ഇനി വല്ല ഐഡിയ ആലോചിക്ക്. അച്ഛമ്മ ഉറക്ക ഗുളിക കൊടുത്താലോ? അയ്യോ, ആരെങ്കിലും അറിഞ്ഞാലോ? ഉറക്ക ഗുളിക കുറച്ച് തപ്പതും പോലെയല്ലേ, ഉറങ്ങല്ലേ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ലേ. പെട്ടി എടുക്കുന്നുണ്ടല്ലോ, ഇത്തിരി വെള്ളം എടുത്ത് വരാം. ഇതച്ചമ്മ വെള്ളം. എന്താച്ചമ്മ നിങ്ങൾ ഞാൻ വന്നപ്പോ പെട്ടി കൂട്ടിക്കളഞ്ഞ്? അതൊന്നുമില്ലേ മോളെ, അതിൽ വിലപ്പെട്ട സാധനം ഉണ്ടായിട്ട് അടച്ചാളിന്. എന്താച്ചമ്മ അങ്ങനെ ഒരു വർത്താനോ? നിങ്ങളെ വിലപ്പെട്ട സാധനം എനിക്ക് വേണോ? ഞങ്ങൾക്ക് ഗുളിക കുടിക്കാനുള്ള സമയമായില്ലേ വെച്ചിട്ട് വെള്ളം കൊണ്ട് വന്നതാ. ഈ എല്ലാം നേരത്തെ ഗുളിക എടുത്ത് തന്ന് ഞാൻ കുടിച്ചില്ലേ ഗുളിക. അത് ഇങ്ങോട്ട് മറന്നുപോയി അച്ചമ്മേ. എന്തായാലും ഞാൻ കൊണ്ടുവന്നല്ലേ, നിങ്ങൾ ഇത്തിരി കൂടി വെള്ളം കുടിച്ചോളി. നിങ്ങൾ ഇന്നൊരു ലേശം കിടന്നോളി. ആ മോളെ, ഞാൻ ഇത്തിരി കിടക്കട്ടെ. അയ്യോ, പെട്ടി തേടിയായിപ്പോയി. ഓ, തലേണേൻ്റെ ഉള്ളിൽ താത്തി. ഓള് കാണുന്നതിൻ്റെ മുന്നേ ആദ്യം എനിക്ക് കാണാമെന്ന് വിചാരിച്ചു വന്നായിരുന്നു. എന്തൊരു താമാടി അതിനേക്ക് അതിൻ്റെ അകത്ത് ചപ്പോ. എന്തായാലും കുറച്ച് സോപ്പിട്ട് നിൽക്കുന്നത് നല്ലതാ. അതിലെന്തോ വിലപ്പെട്ട സാധനമാണെന്നുള്ള കളി കണ്ടാൽ മനസ്സിലാവും. താമസിയാതെ പെട്ടിയിലെ സാധനം ഞാൻ കണ്ടുപിടിക്കും. ഇവള് തേടെ പോയി, ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. ഓ, കെട്ടില്ലമ്മ അവിടെ കുത്തിരിക്കാണ്. അല്ല, എന്നോട് ഞാൻ മീൻ നോക്കാൻ പറഞ്ഞെങ്കിൽ നോക്കീനോ? മീനൊക്കെ ഞാൻ എപ്പോഴോ ഓഫാക്കി മുത്തേച്ചിയെ. അല്ല, നിങ്ങളെ കുറെ നേരമല്ലേ കാണാണ്ട്, നിങ്ങൾ എടീനു? ഇവിടെ ഫോണും നോക്കി കുത്തിഞ്ഞാലേ ഒന്നും അറിയില്ല വിവരം. എന്ത് വിവരോ? കണ്ട് പറയാം. എന്ത് വിവരം മുത്തേച്ചി? നിങ്ങൾ മനുഷ്യർ ടെൻഷൻ ആക്കാണ്ട് പറയ്. അതൊക്കെ പറയാം. നിങ്ങളെന്തൊരു വാതിലൊക്കെ അടച്ച്? പിന്നെ അച്ഛമ്മ കേൾക്കൂലേ? അച്ഛമ്മ പെട്ടി തുറന്നില്ല. അതിന്റെ എന്താ കണ്ടോ? എന്താന്ന് വെച്ചിട്ട് ഒരു കാര്യമില്ല. തുറന്ന് അത് വെക്കേണ്ട അടുത്ത് തന്നെ വെക്കുകയും ചെയ്തു. അപ്പൊ തുറക്കുമ്പോ പോയി നോക്കിക്കൂടേനു? ഞാനൊരു ഗ്ലാസ് വെള്ളവും കൊണ്ട് പോയി, ഒരു കാര്യം ഉണ്ടായില്ല. എന്നാലും ഒന്ന് എന്തി പിടിച്ചൊക്കെ നോക്കിക്കൂടെ? എന്തിയും പിടിച്ചിട്ട് അതിൽ എന്ത് കാണാനുണ്ട്? അപ്പളേക്ക് ഞാൻ വരലും ഒറ്റ അടക്കിയാലോ. ചമ്മു, കാര്യമായിട്ട് എന്തോ സാധനം അതിൻ്റെ അകത്ത് ഉണ്ട്. സാധനം അങ്ങനെ ഒളിപ്പിച്ച് കൊണ്ടുവച്ച് അതെന്താന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അറിയണം. എന്തായാലും 19 വയസ്സായ ആളല്ലേ, നമുക്ക് എന്തൊക്കെ വഴിയിലൂടെ അതിനെ പിടിച്ച് മനസ്സിലാക്കാൻ പറ്റൂ? കുളിക്കുമ്പോൾ കുളിമുറിയിൽ വരെ കൊണ്ടുപോകുക. ഇനി മനസ്സിലാക്കാൻ ഇത്രയും കാലം അവിടെ ഉണ്ടായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അത് ശരിയാണ്. നമ്മളെക്കാട്ടും വിവരമാണ് വയസ്സായവർക്കൊക്കെ. പക്ഷെ എന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിച്ചേ പറ്റുള്ളൂ. മുത്തേച്ചി, നിങ്ങൾ എന്ത് തന്ത്രം പ്രയോഗിച്ചാലും വേണ്ടിയില്ല. നിങ്ങളാണ് ആദ്യം ആ പെട്ടി തുറന്ന് കാണുന്നെങ്കിലേ എന്തായാലും പകുതി എനിക്ക് വേണം. ഒരു കോംപ്രമൈസും ഇല്ല. ഏറ്റ് അതൊക്കെ ഓക്കെ. പക്ഷെ എനിക്ക് എന്നെയാണ് പേടി. എനക്കാണ് ആദ്യം കിട്ടുന്നതെങ്കിലേ ഇനി അത് എവിടെയും കൊണ്ട് പൂത്തൊന്നും എനിക്ക് ഉറപ്പാ. പിന്നെ ഞാൻ അത്രക്കും കണ്ണിച്ചോരില്ലാത്തോളന്നല്ല. മുമ്പൊക്കെ രണ്ടാക്കും കൂടി ഒത്തുപിടിച്ചാൽ ആ പെട്ടി പെട്ടെന്ന് കൈക്കലാക്കാം. കിട്ടിയാലെന്തായാലും മോശമാവില്ല. കണ്ടിട്ടേ പണ്ടത്തെ ആഭരണപ്പെട്ടി പോലെ തോന്നുന്നുണ്ട്. ഞാൻ ആകെ 2 പ്രാവശ്യം ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. എനിക്ക് അതൊന്നും മനസ്സിലായിട്ടുമില്ല. എനിക്ക് ഈ ഫോണ് തോണ്ടാനല്ലാണ്ട് ഇതൊന്നും നോക്കാൻ നേരമില്ലല്ലോ. എൻ്റെ മുത്തേച്ചി, ഞങ്ങൾ ആദ്യം ഒരു ഐഡിയ പറയും. എന്താ നമ്മൾ ചെയ്യുക? അതിൻ്റെ അകത്ത് ചിലപ്പം പണ്ടത്തെ നെക്ലേസ് എങ്ങാനാണെങ്കിലോ? ആണെങ്കിൽ എന്താ, എനിക്ക് കിട്ടിയാൽ ഞാനിടൂ. പിന്നെ നിങ്ങൾക്ക് മാത്രം ഇടാനല്ലല്ലോ, രണ്ടാക്കും ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് പാതി. അതിന് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കളി കളിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പതി എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. എന്നാ ഇനി വല്ല ഐഡിയ ആലോചിക്ക്. അച്ഛമ്മ ഉറക്ക ഗുളിക കൊടുത്താലോ? അയ്യോ, ആരെങ്കിലും അറിഞ്ഞാലോ? ഉറക്ക ഗുളിക കുറച്ച് തപ്പതും പോലെയല്ലേ, ഉറങ്ങല്ലേ ഉള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ലേ, എന്തേ സംഭവിച്ചിട്ടുണ്ടായാലും എനിക്ക് ആലോചിക്കാൻ കൂടി. സംഭവിച്ചാൽ വെറുതെ കരയുന്നവരെ അഭിനയിച്ചാൽ പോരെ? നിങ്ങൾക്ക് പിന്നെ സിമ്പതി ഉണ്ടെങ്കിൽ അത് വെച്ച് കുത്തിരുന്നോ. ഞാൻ ഉറക്ക ഗുളിക എടുത്ത് ഞാൻ പെട്ടി കൊണ്ട് ഞാൻ പോയിക്കോളാം. ഇല്ല, പിന്നെ എനിക്കൊന്നും വരണമെന്നില്ല. ആ പെട്ടി കിട്ടിയാൽ മാത്രം മതി. എന്തെങ്കിലും വഴി കാണാം. ഓ, നടക്കെടുക്ക. തീറ്റ ഉറക്ക് അതല്ലെങ്കിൽ ഫോണൊക്കെ. ഇതല്ലാണ്ട് എന്തെടുത്താണ് ഒരു പണി ഇവിടെ ഉള്ളത്? വീട്ടിൽ
ഓ കുഞ്ഞെണ്ണീച്ച് ഇല്ല എടി എടി ഓ മനുഷ്യനെ പേടിപ്പിക്കുക. ഞങ്ങൾ എന്താ ഇങ്ങനെ വിളിക്കുന്നേ? പേടിച്ചോയി. ഐഡിയ ആലോചിക്കാന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ സുഖിച്ച് കിടക്കുക അല്ലേ? പണിയോ ഏതായാലും എടുക്കില്ല. എന്നാ കുട്ടീനെ തന്നെ ഒന്ന് പിടിക്ക്. ഇതൊന്നാണല്ലോ. ആ മുത്തശ്ശി, ഞാൻ കിടന്ന് ആലോചിക്കേനു ഐഡിയ. വാ മോള് വാ, മേമ എടുക്കാം. അങ്ങനെ ഇനിയിപ്പൊ കിടന്ന് കഷ്ടപ്പെട്ട് ആലോചിക്കണ്ട. നീ ഇവളെ പിടിക്ക്, ഞാൻ ബാക്കി അടിച്ചു മോള് വാ, മേമേന്റെ മോള് ഉണ്ടാക്കാണ്. പണി മേമന്റെ മോള് ഉണ്ടാക്കേണ്ടു. മോള് കടിയണ്ട. അല്ല അച്ഛമ്മ, നിങ്ങൾ ഇന്നേരത്ത് റേഡിയോ വെച്ച് കുത്തിരിക്കുക. ഇന്നേരത്തെ ഇല്ലൊന്നും ഉണ്ടാവൂല. ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ഓണാക്കി നോക്കിയത് അപ്പോൾ ഇട്ടുണ്ടോന്ന്. പാട്ടും കൂത്തൊന്നും ഇല്ല അച്ഛമ്മേ. ഇത് നിങ്ങളെ കൈമന്ന് വീണ് പൊട്ടിപ്പോണ്ട. വെറുതെ ഓണാക്കിയിട്ട് എന്ത് കരകരയെന്നുള്ള ഒച്ച കേൾക്കാനോ? ഇനി അങ്ങോട്ട് വെക്കണ്ട, മേശപ്പുറത്ത് വെച്ചോ, ഞാൻ എടുത്ത് വെച്ചോണ്ട്. ഓ എൻ്റെ അച്ഛമ്മേ, ഞാൻ നിങ്ങളെ പെട്ടിയൊന്നും എടുക്കൂല. നിങ്ങൾക്ക് നല്ല പേടിയുണ്ടല്ലേ? ഞാൻ ഇതേക്കണം, ഞാൻ അവിടെ വെച്ചിക്ക്. ഇപ്പം സമാധാനായില്ലേ? പേടിയില്ലാണ്ടിരിക്കും മോളെ, ഞാൻ അത്രയും പൊന്നി ചുണ്ടെടുക്കുന്ന സാധനമല്ലേ. ഇതുകൊണ്ട് തന്നെയല്ലേ അച്ഛമ്മ ഞങ്ങളും ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അറിയാൻ പൂതിയോണ്ടല്ലേ. അതിലെന്താണെന്നൊന്ന് ഇങ്ങോട്ടൊന്ന് പറയാം അച്ഛമ്മ. ഇപ്പം ആരുമില്ല. എന്താ അതിൻ്റെ അകത്തുള്ളത്? മോളെ, ഈ വിചാരിക്കുന്നതിൽ അപ്പുറമുള്ള സാധനമാണ് അതിൽ. അതെന്താ അച്ഛമ്മേ? വല്ല രത്നവും മാണിക്കെങ്ങാനാണോ? എന്നോട് തുറന്ന് പറയ്, ഞാൻ ആരോടും പറയില്ല. അതിനെക്കാട്ടിലൊക്കെ വില പിടിച്ച സാധനമാണ് മോളെ അതിൻ്റെ ഉള്ളിൽ. എന്നാലും ചച്ചമ്മ, നിങ്ങൾ ഇന്ന് പറയുന്നുണ്ട് വിലപിടിപ്പ് വിലപിടിപ്പ്. എന്നാൽ എന്താണെന്നൊന്ന് ഇന്നെ തന്നെ ഒന്ന് കാണിച്ചു തരീ. ഈ പഠിച്ചു തരാൻ വന്നതല്ലേ, അടിച്ചു തരും, അതൊക്കെ പിന്നെ കാണാം. ഓ ഈ അച്ഛമ്മനോട് എന്ത് പറഞ്ഞും കാര്യമില്ല. ഞാൻ അടിച്ചു തരട്ടെ. ചവിട്ടി ഒന്ന് എടുത്ത് കുറഞ്ഞിട്ട് അടിച്ചു തരും മോളെ, എന്നാലും എൻ്റെ ചണ്ടി പോകില്ലേ. ഓ പുറത്തേക്കൊന്നും പോകാത്ത നിങ്ങളകത്ത് എന്ത് ചണ്ടി ഉണ്ടാവരാണ്? അതിനെ കൊണ്ടാണ് ഞാൻ തോന്നുന്നു മുട്ടി അടിക്കാഞ്ഞ്. അല്ലാണ്ടെങ്കിൽ അറിയേറ്റൊന്നല്ല. മോളെ, കട്ടിലിൻ്റെ ചുവട്ടിലേക്കൊന്ന് ചൂല് പോയിക്കോട്ടെ. ഓ ആ റേഡിയോ അങ്ങ് കേട്ട് തിന്നാ മതി. എന്നാൽ പിന്നെ ഇതിൻ്റെ ഒന്നും അലമ്പില്ലേ. അല്ല പിന്നെ കട്ടലിൻ്റെ ചോട്ടിൽ എന്തായിട്ടുണ്ടാവനാ? ഈ എന്തെടുത്താ മോളെ നൊടിന്ന്? ഞാനൊന്നും കേൾക്കുന്നില്ല. കേൾക്കാത്താ നല്ലേ. അയ്യോ മോളെ, ഇനി തള്ളിയിട്ടല്ലേ. ഓ തള്ളിയിട്ടല്ല അച്ഛമ്മ. ഇനി ഞാൻ ഇതിൻ്റെ അടിയിൽ അടിക്കാതിട്ട് അത് പറയേണ്ട വെച്ചിട്ട് ഒന്ന് നന്നാക്കി അടിക്കാൻ നോക്കിയതാ. അമ്മോ ഓ ചോടൊക്കെ അടിച്ചേരം ഇച്ചിരി ചണ്ടി കെട്ടി. കണ്ണൊന്നും കാണില്ലെങ്കിൽ എന്താ, ഭയങ്കര വൃത്തീൻ്റെ ആളാ. ചണ്ടി കിട്ടിയത് മിച്ചം. അല്ല പെട്ടിയിൽ എന്താണെന്നൊന്ന് കണ്ടില്ലാലോ.